Hi guys, welcome to Varana Race Malayalam YouTube channel. എൻ്റെ പേര് അതില്യ. സോ നമ്മൾ ഇന്ന് SC റെയിൽവേ റീസെന്റ് സെഷൻ്റെ ഒരു പുതിയ ടോപ്പിക്കാണ് പോകുന്നത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഡയറക്ഷനും ഡിസ്റ്റൻസും കൂടെയുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് പോകുന്നത്. സോ ഇതിലെന്ന് പറയുന്നത് നമ്മുടെ എല്ലാത്തിൻ്റെയും ബേസ്, ഒരു ബേസിക് ആയിട്ടുള്ള ഡയറക്ഷൻ വെച്ച് നമുക്ക് ബാക്കിയുള്ളത് പോകാൻ പറ്റില്ലേ. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയാലും അതേപോലെ എന്താണ് അറേഞ്ച്മെൻറ്റ്, ലീനിയർ അറേഞ്ച്മെൻറ്റ്സിലെല്ലാം നമുക്ക് എന്ത് വേണം, ഡയറക്ഷൻസ് വേണം. സോ അത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എന്ന് വെച്ചാൽ ബേസിക്സ് പറഞ്ഞു പോകുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് അധികം വൈകാണ്ട് നമുക്ക് സെഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസസിൽ മെയിൻലി നമുക്കറിയാം 4 ഡയറക്ഷൻസ് ആണുള്ളത് അല്ലേ. നമ്മളെപ്പോഴും ഡയറക്ഷൻ പറയുന്നത് നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഈ ഒരു രീതിയിലാണ് പോകുന്നത്. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. പിന്നെ നമ്മൾ ചിലപ്പം പറയാറുണ്ട് റൈറ്റ്, ലെഫ്റ്റ്. നമ്മൾ എപ്പോഴും ഡയറക്ഷൻ പറയാൻ നോർത്ത്, സൗത്ത് എന്ന് പറയാറില്ല. നമ്മൾ റൈറ്റും ലെഫ്റ്റും എന്നാണ് പറയുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, റൈറ്റും ലെഫ്റ്റും എന്നാണ് നമ്മൾ ഡയറക്ഷനിൽ പറയുന്നത്. നമുക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകും. നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ലെഫ്റ്റും റൈറ്റും പറയാനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാമിൽ പോകുമ്പോഴും റൈറ്റും ലെഫ്റ്റും പറയാൻ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ വരയ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റൈറ്റ് ആണെങ്കിൽ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ഡയറക്ഷനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ റൈറ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോകുന്നത്. നമുക്ക് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും അറിയാമല്ലോ. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു രീതിയിൽ പോകുന്നതാണ് ക്ലോക്ക് വൈസ്. തിരിച്ച് രീതിയിൽ പോകുന്നതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. സോ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ റൈറ്റിലോട്ട് ടേൺ ചെയ്യുവാണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നടന്നു പോവുകയാണ്, അയാൾ റൈറ്റ് ടേൺ എടുത്തു എന്ന് പറയുവാണെങ്കിൽ റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ആദ്യമേ ഇപ്പം ഞാൻ ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ അയാളുടെ റൈറ്റിലോട്ട് ടേൺ ചെയ്തു, അയാളിങ്ങനെ ജസ്റ്റ് ഈസ്റ്റിലോട്ട് പോയി. അത് കഴിഞ്ഞ് അയാളുടെ റൈറ്റിലോട്ട് ടേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാളുടെ ക്ലോക്ക് വൈസ് വേണം. എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് എങ്ങനെ അതാ ഇങ്ങനെയല്ലേ, അപ്പോൾ റൈറ്റിലോട്ട് ടേൺ ചെയ്തു. ഇനി അയാൾ ലെഫ്റ്റിലോട്ടാണെങ്കിലോ അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് വേണം. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ മണ്ടയിലോട്ട്. സോ ആ രീതിയിലാണ് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ എപ്പോഴും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ പറയുന്നതായിരിക്കും നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ചെയ്യാനും എളുപ്പം. അതേപോലെ നമ്മൾ പടം വരയ്ക്കുമ്പോൾ കൈ കൊണ്ടൊന്നും ആക്ഷൻ ഒന്നും കാണിക്കണം, നമുക്ക് പെട്ടെന്ന് വരച്ച് പോകാം ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും എടുത്താൽ. സോ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനിലൂടെ ഇത് ഡിസ്കസ് ചെയ്യാം. സോ ഡയറക്ഷനിൽ ഞാൻ ആദ്യം പറഞ്ഞു ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആ ഒരു രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഡയറക്ഷൻ എപ്പോഴും പറയുമ്പോൾ റൈറ്റും ലെഫ്റ്റും വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ റൈറ്റും ലെഫ്റ്റും ആണെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുന്നത്, ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും എടുത്താൽ മാത്രം മതി. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ആ രീതിയിലൊന്ന് പറഞ്ഞു പോവാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഉണ്ട് അല്ലേ. നോക്കി, ഒരു ഡയറക്ഷൻ ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതലായിട്ട് കാണും, നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ വായിക്കും തോറും വരച്ചങ്ങ് പോവുക, അതാണ് നല്ലത്. വായിച്ച് തീർന്നിട്ട് വീണ്ടും വരാം എന്നുള്ള രീതിയിലല്ല, വായിക്കും തോറും വരച്ചങ്ങ് പോവാം. ഞാൻ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. സോ നോക്കി, സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് ഹർ ഹൗസ്, കത്രീന എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന എത്രയാണ്, 40 മീറ്റർ ടുവേർഡ്സ് സൗത്ത്. അപ്പം നമുക്കത് വരച്ച് പോകാം. കത്രീന ആദ്യമേ എന്താണ് 40 മീറ്റർ ടുവേർഡ്സ് സൗത്തിലോട്ട് പോകുന്നുണ്ട്. സൗത്തിൽ 40 മീറ്റർ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, അവിടെ നിന്നൊരു ഐസ്ക്രീം സെൻറ്ററിലോട്ട് എത്തുന്നുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം സെൻറ്ററാണ്, IC എന്ന് പറഞ്ഞ് ഞാൻ ഒരു ചെയ്തു. അത് കഴിഞ്ഞ് എന്താണ്, ഫ്രം ദെയർ ഷീ ടുക്ക് ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്, സൗത്തിലോട്ട് എത്തുന്നു. റൈറ്റ് ടേൺ ആണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അത് നോക്കണം. സോ എന്താണ്, അവൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, അവളൊരു ലെഫ്റ്റ് ടേൺ എടുത്തു. ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടായിരിക്കും. സോ അത് ഞാൻ ഒന്നും കൂടെ വരയ്ക്കാം. സോ കത്രീന 40 മീറ്റർ ഡൗൺവേർഡ് പോയി. അത് കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, അവൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു. ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ എത്ര പോയിട്ടുണ്ട്, 15 മീറ്റർ അല്ലേ. സോ ഇവിടെ ഒരു ഐസ്ക്രീം സെൻറ്റർ ഉണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. 15 മീറ്റർ ടു റീച്ച് ബസ് സ്റ്റോപ്പ്. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് കിട്ടി. ഓക്കെ, സോ ഇവിടെ ബസ് സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേക്കുന്നത്,
അത് കഴിഞ്ഞ് ഷീ ടുക്ക് എ ലെഫ്റ്റ് ടേൺ. വീണ്ടും അവൾ എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലോക്ക് വൈസ് തിരിച്ചാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ എന്താ? താഴോട്ട് വന്നു അല്ലേ? താഴോട്ട് വന്നു, ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞു. ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? ഷീ ലെഫ്റ്റ് ടേൺ. എത്ര മീറ്റർ പോയി? 30 മീറ്റർ യാത്ര ചെയ്തു അല്ലേ? 30 മീറ്റർ യാത്ര ചെയ്തു. എന്നിട്ട് അവൾ എവിടെയാണ് ചെയ്തത്? ഒരു സെൻട്രൽ പാർക്കിലെത്തി. CP സെൻട്രൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ്? വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഐസ്ക്രീം പാർലർ ആൻഡ് സെൻട്രൽ പാർക്ക്? ഐസ്ക്രീം പാർലറും സെൻട്രൽ പാർക്കും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഡയറക്റ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ ഇവിടെ മേക്ക് ചെയ്യുന്നത്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇത് 15, ഇത് 30. സോ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ √30 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ എന്നാണ് അല്ലേ? √30 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടുന്നത് നമുക്ക്? 900 പ്ലസ് 225 which is √1125. ഈ ഒരു രീതിയിലാണ് 1125 എന്ന് പറഞ്ഞത്. 1125 എന്ന് പറഞ്ഞാൽ എത്രയിലേക്കാട്ട് കൂടുതലാണ്? 30-നേക്കാൾ കൂടുതൽ. 30-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900. 31 ആണെങ്കിൽ ആ രീതിയിൽ പോവുകയാണെങ്കിൽ 1125 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 33.5 ആയിരിക്കും. ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ മതി. അതിൽ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ 2 33.5 ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫിഗർ വരച്ച് പോവുക. ഫിഗർ വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഒരു ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് വായിച്ച് പോകുമ്പോൾ തന്നെ ഫിഗറിൽ അടയാളപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇതാണൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. എളുപ്പമായിരുന്നു. 33.5 ആണ് ആൻസർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് എയിൽ നിന്നൊരു പോയിന്റ് വർക്ക് ചെയ്തിട്ട് ഒരു ആനിമൽ വാക്ക് 15 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ഓക്കെ, നോക്കി. സ്റ്റാർട്ടിങ് ഫ്രം ഒരു പോയിന്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അനിമൽ എന്ന് പറഞ്ഞാൽ 50 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റിലോട്ട് പോയി അല്ലേ? അപ്പോൾ ഈസ്റ്റിലോട്ട് 15 മീറ്റർ ഈസ്റ്റിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇറ്റ് ടുക്ക് എ ലെഫ്റ്റ് ടേൺ. ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ട്. സോ ഞാൻ ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, 15 മീറ്റർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ട് അല്ലേ? ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ട്. ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് എത്ര പോകുന്നത്? എത്രയാണ്? 25 മീറ്റർ, 25 മീറ്റർ ലെഫ്റ്റ് എടുക്കുന്നുണ്ട്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ നോക്കുക, റൈറ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് പോകും, മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. 25 മീറ്റർ. അത് കഴിഞ്ഞ് എന്താണ്? പിന്നെ അതൊരു റൈറ്റ് ടേൺ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു റൈറ്റ് ടേൺ. ഓക്കെ, റൈറ്റ് ടേൺ എടുക്കുന്നുണ്ട്. എത്ര പോകുന്നത്? 10 മീറ്റർ ആണ് റൈറ്റിലോട്ട് പോകുന്നത് അല്ലേ? ഇറ്റ് ടേക്ക് 10 മീറ്റർ, 10 മീറ്റർ ആണ് റൈറ്റിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? എഗെയിൻ ഇറ്റ് ടൂക്ക് എ ലെഫ്റ്റ് ടേൺ ആൻഡ് എന്താണ്? എത്ര പോകുന്നുണ്ട്? 15 മീറ്റർ, 15 മീറ്റർ പോകുന്നുണ്ട്. വീണ്ടും അതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നുണ്ട്. 15 മീറ്റർ പോകുന്നുണ്ട്, 15 മീറ്റർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫൈനലി ടേക്ക് വീണ്ടും അതെന്ത് ചെയ്യുന്നു? ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു അല്ലേ? വീണ്ടും അതൊരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. എന്നിട്ട് എത്ര പോകുന്നത്? 25 മീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും 10 ആണ്. ഇതാണ് 25 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും 10, പിന്നെ ഒരു 15 കൂടെ പോകും. നമ്മൾ ഇപ്പം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. 25 മീറ്റർ എന്ന് വെച്ചാൽ അത്രയും പോകും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് അനിമൽ ഈസ് നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എത്ര ഫാർ ആണ്? അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എത്ര ഫാർ ആണ്? അതേപോലെ എന്താണ്? ഏത് ഡയറക്ഷനിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്? നോക്കി, സ്റ്റാർട്ടിംഗ് പോയിന്റിൻ്റെ ഇതാണ്. ഇവിടെ എന്താ ഇത്രയുള്ള ഡിസ്റ്റൻസ് എത്ര ആണ്? നോക്കി, ഇത് എത്ര? 25, 15, മൊത്തത്തിൽ 40 അല്ലേ? 40 മീറ്റർ. അത് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? വെസ്റ്റിലോട്ടല്ലേ? നോക്കി, സോറി, 40 മീറ്റർ എവിടുത്തെ? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എങ്ങോട്ടാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നോർത്തിലോട്ടാണ് പോയേക്കുന്നത് അല്ലേ? സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 40 മീറ്റർ ടുവേർഡ്സ് നോർത്ത്.
കറക്റ്റ് ആൻസർ എത്രയാണ്? 40 മീറ്റർ ടുവേർഡ്സ് നോർത്ത് എന്നാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. അടുത്തതെന്ന് പറയുന്നത് വെരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ കാണും, ദെൻ ഒരു സർക്കിൾ സെഷൻ, ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ. ഈ 6 ലെവൽസിലൂടെയാണ് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസും കടന്നു പോകുന്നത്. നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിന് വേണ്ടിയിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് മെയ് 25 വെരാൻഡ റേസിൽ വെച്ചിട്ട് ഒരു ഫ്രീ ഓറിയൻറ്റേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനുള്ള ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കാണും. സോ അതൊന്ന് ചെയ്യാം. ഓക്കെ, സോ അടുത്തതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് എക്സ് എ പേഴ്സൺ വാക്ക് 20 മീറ്റർ ടുവേർഡ്സ് സൗത്ത്. സോ സൗത്തിലോട്ടാണ് പോകുന്നത്. ഞാനൊരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. നോക്കി, സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് എക്സ്, ഒരു എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പേഴ്സൺ എങ്ങോട്ടാണ്? സൗത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ഒരു പേഴ്സൺ ടു ദ സൗത്ത്, സൗത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എത്ര? 20 മീറ്റർ, 20 മീറ്റർ സൗത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 20 മീറ്റർ സൗത്തിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അവിടെ എത്തുന്ന ഏതാണ്? വൈ എന്ന് പറഞ്ഞ പോയിന്റിൽ അയാൾ എത്തുന്നുണ്ട്. ഫ്രം ദെയർ അയാൾ എന്തൊരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ്. ഓക്കെ, താഴോട്ട് വന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ലെഫ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസ് അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ലെഫ്റ്റ് ടേൺ എടുക്കുന്നു. ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് മൂവ് ചെയ്യുന്ന എങ്ങോട്ടാണ്? ലെഫ്റ്റ് ടേൺ ആൻഡ് മൂവ് 25 മീറ്റർ, 25 മീറ്റർ മൂവ് ചെയ്യുന്നുണ്ട്. 25 മീറ്റർ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അയാൾ ഇസഡ് എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എത്തുന്നു. ഇസഡ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ എത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഹി ദെൻ ടേക്ക്, വീണ്ടും അയാൾ എന്താണ്? ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത്. ലെഫ്റ്റ് ടേൺ എടുത്ത് ആൻഡ് വാക്ക് 20 മീറ്റർ, വീണ്ടും 20 മീറ്റർ ആണ് തിരിച്ചെത്തുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് അയാൾ കവർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ടേൺ എടുത്തിട്ട്. ഇനി എന്താണ്? വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ്, ഓക്കെ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇസഡ്? എക്സും ഇസഡും തമ്മിലുള്ള അപ്രോക്സിമേറ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അതേപോലെ തന്നെ അയാൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നിന്നും ഏത് എക്സുമായിട്ട് റെസ്പെക്ട് ചെയ്യുമ്പോൾ ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അടുത്ത ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? ഇതല്ലേ എക്സും ഇസഡും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ 20, 25. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? √20² പ്ലസ് 25 സ്ക്വയർ അല്ലേ? 625 പ്ലസ് 400 വിച്ച് ഈസ് 1025. 1025 എന്നാണ് കിടക്കുന്നത്. √1025 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഏതിനോട് ഈക്വൽ ആണ്? 32 എന്ന് വെച്ചാൽ ഇത് കറക്റ്റ് ഒരു സ്ക്വയർ റൂട്ട് അല്ലല്ലേ? √1025 എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സ്ക്വയർ റൂട്ട് അല്ല, 30യേക്കാൾ ഗ്രേറ്റർ ആണ്. ഇത് 32നേക്കാൾ 32 പോയിന്റ് സംതിങ് വരും അല്ലേ? സോ 32 പോയിന്റ് സംതിങ് വരുമ്പോൾ അത് കറക്റ്റ് അപ്രോക്സിമേറ്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് 32 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, അല്ലാതെ കറക്റ്റ് അല്ല. 32 ആണ്. എങ്ങോട്ടാണ് ഇനി അയാൾ ഫേസ് ചെയ്യുന്നത്? ഈ ഒരു പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എങ്ങോട്ടാണ്? ഈസ്റ്റിലോട്ടാണ് അല്ലേ? സോ കറക്റ്റ് ഇത് എന്ന് വെച്ചാൽ 32 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഓപ്ഷൻ 3 ആണ് എന്ത് കറക്റ്റ് ആൻസർ. 32 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റിലാണ് ഇപ്പോൾ അയാൾ. ഓക്കെ, 32 മീറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഷോർട്ട് ഡിസ്റ്റൻസും ഏത് ഡയറക്ഷനിലോട്ടാണ് ഫേസ് ചെയ്യുന്നത്? അത് ഈസ്റ്റും. പെട്ടെന്ന് തന്നെ കിട്ടും. ഇവിടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് നമ്മൾ തെറ്റിച്ച് കൊടുക്കാറുണ്ട്. സോ ഇവിടെ ഓപ്ഷൻസിൽ ആ ഒരു എന്താണ് നമുക്ക് ഒരു റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചിലതിൽ എന്ത് ചെയ്യാൻ പറ്റും? സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സൗത്ത് ഈസ്റ്റ് ഒക്കെ ടിക്ക് ചെയ്യും. നമ്മൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് നോക്കാതെ ചെയ്യാറുണ്ട്. സോ ഇതൊരു നെഗറ്റീവ് മാർക്ക് വരാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ്. അതൊന്ന് ആലോചിക്കാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിലോട്ട് പോകുമ്പോൾ കൃതിക എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് അവൾ റൈറ്റ് ഹാൻഡ് എടുക്കും. നമുക്ക് വരച്ച് പോവാം. ഓക്കെ, ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ പുള്ളിക്കാരി സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ്. സ്ട്രെയിറ്റ്ലി പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അവൾ എന്താണ് റൈറ്റ് ടേൺ എടുക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് പോകുന്നു. റൈറ്റ് ടേൺ എടുക്കുന്നുണ്ട്. ആൻഡ് വാക്ക് ഡേ വൈൽ, നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഒന്നും പറയുന്നില്ല. സോ നമുക്ക് തോന്നുന്ന രീതിയിൽ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഫ്രം ദർ ഷീ ടേൺ എന്താണ്? അവൾ ലെഫ്റ്റിലോട്ട് പോവുകയാണ് അല്ലേ? ലെഫ്റ്റിലോട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചതാ ഈ ഒരു രീതിയിൽ വന്നു ലെഫ്റ്റിലോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? എഗേൺ ഈ എന്താണ്? വീണ്ടും അവൾ ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത് അല്ലേ? സോ ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി എന്താണ്? ഇഫ് ഷീ ഈസ് എന്താണ് നൗ ഗോയിങ് നോർത്ത് വേർഡ്.
അപ്പോൾ അവൾ നോർത്ത് വേർഡിലോട്ടാണ് പോയിരുന്നെങ്കിൽ അവൾ എവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്, ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത്. അപ്പം നമ്മൾ എടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പോയിന്റ് അങ്ങ് എടുക്കുമായിരുന്നു, കാരണം നമ്മൾ ജസ്റ്റ് ഈസ്റ്റിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് എടുത്തേക്കുവാണ്. ഇപ്പോൾ അവൾ നോർത്ത് വേർഡിലോട്ടാണ് പോകുന്നതെങ്കിൽ അവൾ ഇനിഷ്യലി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കി, നമുക്ക് ഈ ഒരു ചെയ്ത് വന്നപ്പം നമ്മൾ അനലൈസ് ചെയ്ത് വന്നപ്പം തന്നെ നോർത്ത് വേർഡിലോട്ടാണ്. അപ്പോൾ അവൾ ആദ്യമേ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഈസ്റ്റിലോട്ടായിരിക്കും. ഓക്കെ, സോ ഈസ്റ്റിലോട്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് വന്നതാണ്, കാരണം അവൾ ഇനിഷ്യലി എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ഏത് രീതിയിലും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്തു? ഈസ്റ്റിലോട്ട് പോകുമെന്ന് പറഞ്ഞെടുത്തു. നിങ്ങളിപ്പോൾ വെസ്റ്റിലോട്ട് പോകുന്ന പറഞ്ഞെടുക്കുകയാണെങ്കിൽ ആ ഒരു പൊസിഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. ഇപ്പോൾ സൗത്തിലോട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ റിവേഴ്സ് എടുത്താൽ മതി. ആ രീതിയിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ശ്രേയ എന്ന് പറഞ്ഞാൽ ട്രാവൽ 6 കിലോമീറ്റർ ഫ്രം പോയിന്റ് എ. പോയിന്റ് എയിൽ നിന്ന് 6 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്. ആൻഡ് റീച്ച്ഡ് എന്താണ്? പോയിന്റ് ബി. പോയിന്റ് ബിയിലേക്ക് എത്തുകയാണ് 6 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട്. സോ എനിക്ക് ഡയറക്ഷൻ അറിയത്തില്ല, സോ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഷീ ടുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കുകയാണ് പുള്ളിക്കാരി. എന്താണ്? എന്നിട്ട് എന്താണ്? റീച്ച്ഡ് ആൻഡ് ട്രാവൽഡ് 5 കിലോമീറ്റേഴ്സ് ടു ദ പോയിന്റ് സി. സോ അവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കുന്നു, അത് കഴിഞ്ഞ് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞ് എന്താ ചെയ്യുന്നത്? അവിടെ സിയിലെത്തി. ഇനി ഷീ ടുക്ക് ഒരു റൈറ്റ് ടേൺ എടുക്കുകയാണ്. ഇവിടുന്ന് അവൾ എന്ത് ചെയ്യുന്നു? ഒരു റൈറ്റ് ടേൺ എടുക്കുന്നു. റൈറ്റ് ടേൺ എടുത്തിട്ട് എത്ര ദൂരം പോകുന്നുണ്ട്? ഷീ ടുക്ക് എ റൈറ്റ് ടേൺ ആൻഡ് റീച്ച്ഡ് ഡി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ ഉള്ള ഡി എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ എത്തുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആഫ്റ്റർ റീച്ചിങ് ഡിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷീ ടേൺഡ് എന്നാൽ ലെഫ്റ്റിലോട്ട് തിരിയുന്നുണ്ട് അല്ലേ? ലെഫ്റ്റിലോട്ട് തിരിയുന്നുണ്ട്. അവിടുന്ന് എത്ര ദൂരമാണ് പോകുന്നത്? ഷീ ട്രാവൽഡ് ലെഫ്റ്റ് ആൻഡ് ടേക്ക് 3 കിലോമീറ്റർ ഇയിൽ. 3 കിലോമീറ്റർ കഴിഞ്ഞ് ഇയിലോട്ട് എത്തുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് എന്താ? ഫൈനലി ഷീ ടേൺഡ്. വീണ്ടും അവൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലോട്ടാകുന്നുണ്ട് ആൻഡ് ട്രാവൽഡ് എന്താണ്? 12 കിലോമീറ്റർ. ഇനി അവിടെ നിന്ന് എന്താണ്? അവൾ ലെഫ്റ്റിലോട്ട് തിരിയുന്നുണ്ട്, എന്നിട്ട് 12 കിലോമീറ്റർ പോകുന്നുണ്ടെന്ന്. ഇവിടെ 6, ദെൻ ഇവിടെ 12 കിലോമീറ്റർ തിരിയുന്നുണ്ട്, എഫിൽ തിരിയുന്നു. ഫൈൻഡ് ദ ഏരിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിയും എഫും. ബിയും എഫും തമ്മിലുള്ള, ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ്, ബിയും എഫും തമ്മിലുള്ള ഏരിയൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ? സോ ബിയും എഫും തമ്മിലുള്ള ഏരിയൽ ഡിസ്റ്റൻസ് ഏതായിരിക്കും? ഈ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ? ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്, ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് 8ഉം ഇത് 6ഉമാണ് അല്ലേ? സോ ഇതെന്ന് പറയുന്നത് √8² + 6² വിച്ച് ഈസ് √100 എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ 10 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. ഇതൊരു എന്താണ്? സോ വരുന്നത് എന്താണ്? 10 കിലോമീറ്റർ ആണെന്നാണ് വരുന്നത്. ഓപ്ഷൻ 3 10 കിലോമീറ്റർ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്രയും നേരം നമ്മൾ ചെയ്തത് ബേസിക് ആയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് തന്നെ ഡയറക്ഷനിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാമല്ലേ, റൈറ്റും ലെഫ്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്താൽ മാത്രം മതി. സോ അത് ചെയ്യാനുള്ളൊരു ഈസി വേ ആണ് പറഞ്ഞത്. റൈറ്റ് ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക, ലെഫ്റ്റ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പോവുക. സോ ഈ 5 ക്വസ്റ്റ്യനും 5 പാറ്റേൺ എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാനും എളുപ്പമാണ്. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക? അടയാളപ്പെടുത്തി പോവുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ ഈ ഒരു സീരീസ് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.